ഒരൽപ്പനേരം അല്ലാഹുവിന്റെ ഖുർആനിലോട്ട് കടന്നു പോവുക. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ ഒരു യുവാവിന്റെ കഥ പറയുന്നുണ്ട്. അതാരെന്നറിയോ? വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവാ ആതൈനാഹു ഹുക്മൻ വഇൽമാ. അല്ലാഹു പറയുകയാണ്, ആ മനുഷ്യൻ യുവാവായപ്പോ ആരെന്നറിയോ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. എന്റെ ശബ്ദം കേൾക്കാനത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആ സമയത്ത് മൂസ നബിയായിട്ടില്ല. ഫറോവയുടെ രാജകൊട്ടാരത്തിന്റെ നടുവ് ഒരു യുവാവായി ജീവിക്കുമ്പോഴാണ്. കഥ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഒരാൾ റോഡിലൂടെ നടന്നു പോകുമ്പോ രണ്ടുപേര് തമ്മിൽ വടക്കുണ്ടാക്കുന്നു. ഇത് കണ്ട മൂസ നബി അടുത്തോട്ട് ചെന്നു. നിരപരാധിയെ മർദ്ദിച്ച ആളെ കടന്നു പിടിച്ചിട്ട് ഒരു അടി കൊടുക്കുമ്പോ മൂസയുടെ അടിയേറ്റ മനുഷ്യൻ മരിച്ചുപോയി. അയാൾ ഫറോവയുടെ കുടുംബാംഗമാണ്. ആരാണ് തന്റെ കുടുംബാംഗത്തെ കൊന്നതെന്നറിയാതെ കൊന്നവനെ വധശിക്ഷയ്ക്ക് പിടിക്കുമ്പോ ആരവിടെ പിടിച്ചു കെട്ടാൻ പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനീക ദർശനം വിടത്തിക്കാട്ടിയ മായൂര പിഞ്ചത്തിന് മുന്നിൽ അല്ലാഹുവിന്റെ ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയൊരു സംഭാവന പറഞ്ഞു തരട്ടെ. ഇതല്ലാതെ നമുക്ക് തമ്മിൽ പറയാൻ എന്താ? ഒരു നാട്ടിൽ കൊലപാതകയായി മുദ്രയടിക്കപ്പെട്ട് ആലുപാട് സൈന്യക്കാര് മുഴുവന് പിടിക്കാനോടുമ്പോ യുവാവായ മൂസ അതാ ഈജിപ്തിൽ നിന്ന് നാട് വിടുകയാ. കയ്യിൽ ഒരു തുള്ളി പോലുമില്ല. നന്നായിട്ട് ജീവിതവുമായി ബന്ധപ്പെടുത്തുക. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ, ജീവിതത്തിന്റെ ഒരു തുരുത്തിരി പോലും എത്തിപ്പെടാതെ യുവാവായ മൂസ ഈജിപ്തിൽ നിന്ന് ഓടുകയാണ്. എവിടേക്കാ ഓടുന്നതെന്നറിയോ? ദിശയറിയാതെ ദിക്കറിയാതെ കാട് കടന്ന് മേട് കടന്ന് ബഹുമാനപ്പെട്ട മൂസ എന്ന യുവാവ് ഓടുമ്പോ അന്ന് പ്രവാചകനായിട്ടില്ല, വെറും ഒരു യുവാവ് മാത്രമാ. ഈ ഒരു വലിയ സംരംഭത്തിന് വേണ്ടി ഉറക്കമിളക്കുന്നവരോട് സഹോദരങ്ങളെ, ഓടി ഓടി എവിടെയെന്നറിയോ? അദ്ദേഹം പേടിയോടെ ഓടുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, ഓടി ഓടി മദിയൻ എന്ന് പറയുന്ന രാജ്യത്തെത്തി. നിബിഡ വനത്തിലൂടെ ഓടുകയാണ്. ആളില്ല, തുണയില്ല, ഇണയില്ല, രക്ഷിക്കാൻ ആരുമില്ല, ഗതിയില്ലാതെ ഓടുകയാണ്. കൂട്ടിവായിക്ക് സഹോദരങ്ങളെ, ഗതിയില്ലാതെ നിങ്ങളും ഓടുകയാണോ? കടം കാരണത്താൽ, മാറാരോഗം കാരണത്താൽ അന്ന് മൂസ ഓടിയത് കാട്ടിലൂടെയാണെങ്കിൽ ആശുപത്രി വരാന്തകളിലൂടെ, ചികിത്സകളുടെ ഇടങ്ങളിലൂടെ 1000 പ്രയാസങ്ങളുമായി നെട്ടോട്ടം ഓടുമ്പോ സഹായിക്കാൻ ആരുമില്ല. ഉസ്താദേ, അല്ലാഹുവേ, സങ്കടം പറയാൻ ഒരാളുമില്ല. ഏകനായി ജീവിതത്തിലോടുമ്പോ മൂസയുടെ ഓട്ടം കണ്ണിൽ കാണുക. മദിയൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിബിഡ വനത്തിലെത്തിയപ്പോ ഓടി ഓടി തളർന്നു പോയ മൂസ സുപരിചിതമായ നാടല്ല, അപരിചിതമായ നാടാണ്. ആ നാട്ടിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് മൂസ എന്ന യുവാവ് ഒരു ദുആ ചെയ്തതായി ഖുർആൻ പറയുന്നുണ്ട്. ഖാല അസാ റബ്ബി അയ്യഹ്ദിയനി അസാ റബ്ബി അയ്യഹ്ദിയനി സവാഅസ് സബീൽ. ആ മദീനയിലെത്തിയപ്പോ മൂസ പറഞ്ഞു, എൻ്റെ അല്ലാഹ്, എൻ്റെ അല്ലാഹ്, എൻ്റെ അല്ലാഹ് എനിക്കൊരു നേർവഴി കാണിച്ചു തരാതിരിക്കില്ല. ഇവിടെ അല്ലാഹു എനിക്കൊരു കച്ചിത്തുരുമ്പ് കാണിക്കാതിരിക്കില്ല. പൊന്നു ചെറുപ്പക്കാരെ, മൂസാക്ക് അല്ലാഹു കച്ചിത്തുരുമ്പ് കൊടുത്തു. എന്തെന്നറിയോ? മാ മദിയന സൂറത്തുൽ ഖസസ് പറയുകയാണ്, ആ നാട്ടിലെ ആളുകൾ വെള്ളം കോരി കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് കിണറിന്റെ മുമ്പിൽ മൂസ എത്തി. അവിടെ എത്തിയപ്പോ കാണുന്ന കാഴ്ച, അവിടുത്തെ ആളുകൾ അവരുടെ ആടുകൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിപ്പിക്കുകയാ. പുരുഷന്മാര് മുഴുവനും വെള്ളം കോരുന്നു, അവരവരുടെ ആടുകൾക്ക് ദാഹം തീർക്കുന്നു. മൂസ എന്ന യുവാവ് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താ? ഖുർആൻ തന്നെ പറയട്ടെ, വവജദ മിൻ ദൂനിഹി മുംറഅതൈനി തദൂദാനി വവജദ മിൻ ദൂനിഹി മുംറഅതൈനി തദൂദാൻ. അതാ തിരക്ക് കൂട്ടുന്ന ആണുങ്ങളിൽ നിന്ന് ഒഴിവായി 2 പെൺകുട്ടികൾ അവരുടെ ആടുകളുമായി മാറി നിൽക്കുന്നു. അവര് വെള്ളം കോരാൻ കഴിയുന്നില്ല. ആണുങ്ങൾ തിരക്ക് കൂട്ടുകയാണ്, സഹായിക്കാൻ ആരുമില്ലാതെ 2 പെൺകുട്ടികൾ ആടുമായിട്ട് കിണറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആ
സമയത്ത് മൂസ എന്ത് ചെയ്തെന്നറിയോ? പൊന്ന് സഹോദരങ്ങളെ, ജീവിതം അല്ലാഹു നൽകിയത് ഇതിനു വേണ്ടിയാ. ആര് സഹായിക്കാനില്ലാതെ രണ്ട് പെൺകുട്ടികൾ ആണുങ്ങളുടെ തിരക്കിൽ പെടാതെ മാറി നിന്നപ്പോ ആ സമയത്ത് മൂസ അവരോട് കടന്നു ചെന്നിട്ട് ചോദിച്ചു അത്രേ, എന്തേ നിങ്ങൾ വെള്ളം കോരാത്തതെന്താ? ആണുങ്ങൾ വെള്ളം കോരുന്നത് കണ്ടോ, എന്തേ നിങ്ങൾ വെള്ളം കോരാത്തതെന്താ? ആ സമയത്ത് ആ പെണ്ണുങ്ങൾ പറഞ്ഞത്രേ, ഖുർആൻ പറയട്ടെ, ഈ ആണുങ്ങൾ തിരക്ക് കൂട്ടുമ്പോ എങ്ങനെയാ ഞങ്ങൾ പോയിട്ട് വെള്ളം കോരുക? മൂസ ചോദിച്ചു അത്രേ, എന്തേ നിങ്ങൾ ആണുങ്ങളെ പറഞ്ഞു വിടാറ്? ഈ രണ്ട് പെണ്ണുങ്ങൾ വന്നതെന്തിനാ? ആ സമയത്ത് അവര് മറുപടി പറഞ്ഞു, വാബൂനാ ശൈഖുൻ കബീർ, വാബൂനാ ശൈഖുൻ കബീർ. ഞങ്ങളുടെ പിതാവ് ഒരു വയോവൃദ്ധനാണ്, ഞങ്ങളുടെ വീട്ടിൽ വേറെ ആണുങ്ങളില്ല, ഞങ്ങളുടെ പിതാവാണെങ്കിലോ വയോവൃദ്ധനാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ വെള്ളം കോരാൻ വന്നിട്ട്. അള്ളാന്റെ ഖുർആന്റെ ആയത്ത് മുൻനിർത്തിയിട്ട് പറയട്ടെ, വിവാഹം ചെയ്ത് വിടാൻ ആരുമില്ലാതെ പകച്ചു നിന്നവരോട് പോയിട്ട് അവരെ ജീവിതത്തിലോട്ട് വിളിച്ചു കൊണ്ടുവന്നവർ രണ്ട് പെണ്ണുങ്ങൾ സഹായിക്കാനില്ലാതെ ഏറ്റവും വലിയ കാടിന്റെ നടുവിൽ നിന്നപ്പോ മൂസ എന്ത് ചെയ്തെന്നറിയോ? ആണുങ്ങളെ മുഴുവനും മാറ്റി, എന്നിട്ട് ഫ്രീ ആയിട്ട് വെള്ളം കോരി ആ പെണ്ണുങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. എന്നിട്ട് മൂസ പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക. ആ പെണ്ണുങ്ങൾ ആദരവോടെ നോക്കി നിന്നു ഈ യുവാവിനെ. ആരും ഞങ്ങളെ സഹായിക്കാതെ വരുമ്പോ എല്ലാവരും അവനവന്റെ കാര്യം നോക്കുമ്പോ ഞങ്ങളെ സഹായിച്ച ഈ മഹാമനുഷ്യനുണ്ടല്ലോ, എല്ലാവരും അവനവന്റെ കാര്യം നോക്കുമ്പോ മറ്റൊരുത്തന്റെ ജീവന് കണ്ണീരൊപ്പാൻ വന്നവന് അള്ള നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ രണ്ട് പെണ്ണുങ്ങൾക്ക് ആ യുവാവിനോട് ബഹുമാനമായി അവര് നേരെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വാപ്പയോട് കാര്യങ്ങൾ പറഞ്ഞു. ഖുർആൻ സൂറത്തുൽ ഖസസ്, രണ്ട് പെണ്ണുങ്ങൾ, ആര് സഹായിക്കാനില്ല. ഇവിടെ എത്ര പെണ്ണുങ്ങൾ? 7 അല്ലേ? അവിടെ രണ്ട് പെണ്ണുങ്ങൾ, കാടിന്റെ നടുവിൽ ആര് സഹായിക്കാനില്ല. മൂസ എന്ന യുവാവ്, എന്റെ പൊന്നുമോനെ, ജീവിതം ഇങ്ങനെ ആവണം, ജീവിച്ചാ ഇങ്ങനെ ജീവിക്കണം, അല്ലാതെ ആർക്കും വേണ്ടാതെ ജീവിച്ചിട്ട് എന്താ കാര്യമുള്ളൂ? നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാകണ്ടേ? ഇവര് പോയി വാപ്പയോട് പറഞ്ഞു, വാപ്പ, ഞങ്ങളിങ്ങനെ ആണുങ്ങൾ, ഈ ഖുർആന്റെ ആയത്തിൽ തന്നെ ഒത്തിരി കാര്യം പറയാനുണ്ട്, പക്ഷെ പറയാൻ ഉള്ള സമയമില്ല. പെണ്ണുങ്ങൾ കേട്ടോളി, അവിടെ നിങ്ങൾ കണ്ടോ, പഞ്ചായത്ത് കിണറാണ്. വജദാലൈഹി ഉമ്മത്തം മിനന്നാസി യസ്കൂൻ. അള്ളാഹു പറയുന്നു, വലമ്മാ വറദ മാ മദിയന, മദിയന്റെ മാ ആണ്, അപ്പൊ പഞ്ചായത്ത് കിണർ തന്നെ. അവിടെ എത്തിയപ്പോ ആണുങ്ങൾ മുഴുവനും വെള്ളം കോരുന്നു. ഇവിടെ നോക്ക്, ആണുങ്ങൾ മുഴുവനും വെള്ളം കോരുന്നു, രണ്ട് പെണ്ണുങ്ങൾ മാറി നിൽക്കുന്നു. അവർ ഈ ആണുങ്ങളുടെ ഇടയിൽ ഇടിച്ചു കയറിയ 30% ഞങ്ങൾക്ക് സംവരണം ഉണ്ടെന്ന് പറഞ്ഞ് ഇടിച്ചു കയറിയ. അവർ മാന്യതയുള്ള പെണ്ണുങ്ങൾ, അവർ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ, അവർ നല്ല വാപ്പാടെ മക്കൾ, അവർ മാറി നിന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കല്യാണം കഴിഞ്ഞിട്ട് ഈ ചോറ് വിളമ്പുമ്പോഴേ, ഇവിടെ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം, ഈ കല്യാണമല്ല, സാധാരണ കല്യാണം വീട്ടില്. ആ ഭക്ഷണത്തിന് തിന്നാനുള്ള തിരക്കുണ്ടല്ലോ, ആണും പെണ്ണും ഒക്കെ ഇടിച്ചു മാറിച്ച് കയറി. ആണുങ്ങൾക്കൊരു സമയത്ത്, പെണ്ണുങ്ങൾക്കൊരു സമയത്ത് കൊടുക്കണം. ഖുർആൻ പഠിപ്പിച്ച മര്യാദയാണ്, ഞാൻ പറയണല്ല. അള്ള പറയുന്ന ഒരൊറ്റ ആയത്തിലൂടെ ആ പെണ്ണുങ്ങൾ മാറി നിന്നു. ആണുങ്ങൾ ഭക്ഷണം കഴിക്കണതിൻ്റെ ഇടയിലോട്ട് ഇടിച്ചു കയറിയിട്ട് അതിൻ്റെ ഇടയിൽ കാളിയാര് വെട്ടാ, കാളിയാര് നാശനവേ ലോറി കയറിയ തവളമാരിയാവും. ഈ പെണ്ണുങ്ങളുടെ ഇടിയുടെ ഇടയെങ്ങാനും കാളിയാര് വെട്ടുപോയാൽ ഈ ലോറി കയറിയ തവളയില്ല, അതുമാതിരിയായി പോകും. ഈ ഭക്ഷണത്തിന്റെ കാര്യം വരുമ്പോൾ കാളിയാരോടും ബഹുമാനമില്ല, ഇമാമിനോടും ബഹുമാനമില്ല, തങ്ങളാണെങ്കിലും വേണ്ടില്ല, ഏത് തങ്ങളാണെങ്കിലും വേണ്ടൂല, ആരുടെ പെങ്ങളാണേലും വേണ്ടൂല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഭക്ഷണം കണ്ട അങ്ങോട്ട് തീരും. ഒരു മര്യാദയുണ്ട്, അത് അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അവര് ചെന്നിട്ട് വാപ്പയോട് പറഞ്ഞു, വാപ്പ, ഞങ്ങളുടെ രണ്ടുപേരെയും ഒരു യുവാവ് വന്ന് ഞങ്ങളെ സഹായിച്ചു, ആര് സഹായിക്കാനില്ലാത്തപ്പോ. പ്രതിഫലം കേട്ടോളീൻ. അങ്ങനെ മൂസയാണെങ്കിലോ വെള്ളം കോരി കൊടുത്ത പെണ്ണുങ്ങളൊരു താങ്ക്സ് പോലും പറയാതെ അവരങ്ങ് പോയി. മൂസ അപ്പോഴും നാട് വിട്ട് ഓടി വന്നതാ. മൂസ കാടിന്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ്, മരത്തിൽ ചാരി. എല്ലാവരും പോയി, രണ്ട് പെണ്ണുങ്ങൾക്ക് വെള്ളം കോരി കൊടുത്തു. ആ പെണ്ണുങ്ങളാണ് വല്ലതും പറഞ്ഞ, എന്നാ വീട്ടിലോട്ട് പോവാ, നമുക്ക് ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞ. ഇപ്പോഴത്തെ പെണ്ണുങ്ങളാണേ പറയും. റോഡിൽ നിൽക്കുകയാണ് ഒരു ഓട്ടോക്കാരൻ വന്നു, തന്നെ വെയിലത്ത് നിൽക്കല്ലേ പറഞ്ഞ് വിളിച്ചതിൻ്റെ അകത്ത് കയറ്റി വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിടുമ്പോൾ നമ്മുടെ പെണ്ണുങ്ങൾ എന്തോ ഒന്നുകിലും താങ്ക്സ് പറയില്ല. കാസർഗോഡ് പെണ്ണുങ്ങൾ പറയില്ല.
ഒരു താങ്ക് യു പറയൂലേ? ഒന്നും അല്ലെങ്കിലും പറയും ഇറങ്ങാൻ നേരത്തിന് ആള് നല്ല മാന്യനാണ്, തിരക്കൊക്കെ ഒഴിഞ്ഞാൽ വിളിക്കുക 9447453660 അതെങ്കിലും കൊടുക്കും ഇല്ലേ? ഇല്ല. തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഓട്ടോ ഒന്നും ഇല്ലാത്തപ്പം വിളിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൂസ അന്ന് നബി ആയിട്ടില്ല കേട്ടോ. മൂസ സഹായിച്ച പെണ്ണുങ്ങളൊന്നും പറഞ്ഞില്ല, അവരും മിണ്ടാതെ പോയി. മൂസ എന്ന യുവാവ് ഏകനായി, നമ്മൾ ജീവിതത്തിൽ ഏകരായി പോകുന്ന അവസ്ഥയുണ്ട്. സങ്കടം പറയാൻ ആരുമില്ല, പ്രയാസം പറയാൻ ആരുമില്ല, സഹായിക്കുമെന്ന് കരുതിയവരും മിണ്ടാതെ നിൽക്കും. ഈ ചരിത്രത്തെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി മൂസ ഇങ്ങനെ കാടിന് നടുവിൽ മരത്തിൽ സുമ്മത്തവല്ലായിലി ഖുർആൻ സൂറത്തുൽ ഖസസ്, ഒരു മരത്തിൻ്റെ തണലിലേക്ക് മാറി, പടച്ചോനെ ഈ ആരുമില്ലാത്ത നാട്ടിൽ ഇനി ആരാ സഹായിക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ പറയുന്ന ഖുർആനാണ്, അങ്ങനെ ഇരിക്കുമ്പോൾ പയ്യെ ഒരു കാൽപെരുമാറ്റം കേട്ടു. നോക്കിയപ്പോൾ ആരാ? മരത്തിൻ്റെ തണലിൽ മൂസ ഇരിക്കുമ്പോൾ തളർന്ന അവശനായിട്ടിരിക്കും ഒരു കാൽപെരുമാറ്റം കേട്ടു. ആരാണ്? ഖുർആൻ തന്നെ പറയട്ടെ. فجاءته إحداهما تمشي على استحياء. ബഹുമാനപ്പെട്ട മൂസ നോക്കുമ്പോ ഫജാഅതുഹു ഇഹ്ദാഹുമാ, ആ രണ്ട് പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ്, മൂത്ത പെണ്ണ് സാഫൂറ, ആ പെണ്ണതാ നടന്നു വരികയാണ്. തംഷി അല ഇസ്തിഹ്യാ, ലജ്ജയോടെ വിവശതയോടെ ആ പെണ്ണുങ്ങളിൽ ഏറ്റവും മൂത്ത പെണ്ണ് നടന്നു വരുന്നു. മൂസയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മൂസ ഓ യുവാവേ, കാലത്ത് ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. ഓ മൂസ, ഓ യുവാവേ, ഞങ്ങളുടെ പിതാവ് നിങ്ങളെ ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കുകയാ. എന്തിനാ വിളിക്കുന്നതെന്നറിയോ? എന്തിനാ വിളിക്കുന്നതെന്നറിയോ? ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം തരാൻ, ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുകയാ. പാവപ്പെട്ട നിരാലംബരായ രണ്ട് പെണ്ണുങ്ങള് സഹായിച്ചതിന്റെ പ്രതിഫലം എന്താ? ഇത് അഹമ്മദ് കബീറിന്റെ സ്വന്തം വാക്യമല്ല, ഇത് അല്ലാഹുവിന്റെ ഖുർആൻ തലമുറകളോളം പറഞ്ഞ വാക്യമാണ്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ചുരുക്കി പറയാ, മൂസ നേരെ വീട്ടിലെത്തി. ആ പിതാവാരെന്നറിയോ? ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഫലമ്മാ ജാഹു വഖസ്സ അലൈഹിൽ ഖസസ, ആ യുവാവ് നേരെ വീട്ടിൽ വന്നു. പിതാവായ ശുഐബ് നബിയെ കണ്ടു. വഖസ്സ അലൈഹിൽ ഖസസ, അദ്ദേഹത്തിനോട് എല്ലാ കഥയും പറഞ്ഞു വന്നപ്പോ, താൻ പാരായണം ചെയ്തു വന്ന കഥ പറഞ്ഞപ്പോ, ആ സമയത്ത് കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അപ്പുറത്ത് നിന്നിട്ട് മൂത്ത പെണ്ണ് പറഞ്ഞു, ഏ പിതാവേ, ഏ പിതാവേ, കാലത്ത് ഇഹ്ദാഹുമാ യാ അബതിസ്തഅ്ജിറു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയുൽ അമീർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ മഹരിന് വേണ്ടി എത്തിയവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മൂസ ശുഐബ് നബിയുടെ വീട്ടിലെത്തി. ഫലമ്മാ ജാഹു വഖസ്സ അലൈഹിൽ ഖസസ, അങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് നിന്നു. ഈ പെണ്ണ് വിളിച്ചോണ്ട് പോയി. പിതാവാരാ? ഈ പെണ്ണിന്റെ പിതാവാരാ? ശുഐബ് നബി. ശുഐബ് നബിനെ അടുത്ത് വന്നിട്ട് ഖസ്സ അലൈഹിൽ ഖസസ, കഥ പറയാൻ തുടങ്ങി. ഏത് കഥ? ജനിച്ചത്, ഫറോവ കൊല്ലാൻ പോയത്, നടന്നു പോയപ്പോൾ ഒരുത്തനെ അടിച്ചത്, അവൻ ചത്തത്, വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അവിടെ നിന്ന് ഓടിയത്, ഓടി പഞ്ചായത്ത് കണക്റ്റി വന്നത്, ഇതെല്ലാം കേട്ടോണ്ട് ഈ പെണ്ണ് കേട്ടോണ്ടിരിക്കുക. ഏത് പെണ്ണ്? സാഫൂറ. ഇങ്ങോട്ട് നോക്ക്, ഏത് പെണ്ണ്? സാഫൂറ. ഇത്രയും നല്ല കഥ മലയാള മനോരമ വായിച്ചാൽ കിട്ടൂല, മംഗളം വായിച്ചാൽ കിട്ടൂല. ഇത്രയും നല്ല കഥ എവിടെ കിട്ടും? എന്റെ പൊന്നു, മംഗളം വായിച്ചാൽ കിട്ടുവോ? മനോരമ വായിച്ചാൽ കിട്ടുവോ? അതൊരുമാതിരി മനുഷ്യനെ സൂയിപ്പാക്കണ കഥയല്ലേ. ലോറിക്കാരൻ നോവലിന്റെ കഥ വായിച്ചാൽ കിട്ടുവോ? 7 മണിയുടെ സീരിയൽ കണ്ടാൽ കിട്ടുവോ? അത് കഴുത്തിൽ കുരുക്കിടുമ്പോ തീരും. സീരിയൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും, കഴുത്തിൽ കുരുക്കിട്ടു, വലിക്കാൻ പോയി, നാളെ രാവിലെ 7:30 വേണ്ടി. നോവല് വായിച്ച അങ്ങനെയാ. മേരിക്കുട്ടി കയറെടുത്തു, അവൾ ജീവിതത്തിൽ നിരാശയിലായി, കഴുത്ത് കയറിൽ കുരുക്കി, ഉത്തരത്തിന്റെ മുകളിൽ കയറി, കയറിന്റെ മറുഭാഗം തടിക്കശനത്തിൽ മുറുക്കി, മറ്റേ ഭാഗം കഴുത്തിലിട്ടു. അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അവളുടെ മുമ്പിൽ തൻ്റെ മക്കളുടെ, പിഞ്ചുമക്കളുടെ മുഖം, പുഞ്ചിരിക്കുന്ന പൂമുഖം ഉയർന്നു വന്നു. അവൾ മന്ത്രിച്ചു, ഇല്ല, ഞാൻ പിന്മാറില്ല, ജീവിതം ഒടുങ്ങട്ടെ. അവൾ വലത്തെ കാലു പൊന്തിച്ചു, തുടരും.
തീർന്നു. എന്റെ പൊന്നു പെങ്ങളെ, ഇത് കേട്ടിട്ട് എന്ത് കാര്യം? പിന്നെ ഇത് വായിച്ച നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഉറക്കമില്ല. രാത്രി ഭർത്താവ് ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു, ഉറക്കമില്ല. എന്തടേ ഉറക്കമില്ലേ? എന്ത് പറ്റി? ഓ, മേരിക്കുട്ടി വഫാത്തായില്ലോ എന്ന് അറിഞ്ഞൂടാ. ടെൻഷൻ. എന്താ നീ ഉറങ്ങാത്തത്? എന്തോ ഒരു പ്രയാസം. പാവപ്പെട്ട ഭർത്താവ് രാവിലെ വന്ന് തങ്ങളുടെ അടുത്ത് പോയിട്ട് തങ്ങളെ രാത്രി ഉറക്കമില്ല ഭാര്യയ്ക്ക് ഒരു നൂല് മന്ത്രിച്ചു തരാൻ. അവളുടെ രോഗം ഉറക്കം വരണമെങ്കിൽ അടുത്ത വ്യാഴാഴ്ച രാവിലെ വീണ്ടും ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ മോട്ടിച്ചോണ്ട് പോയി വീണ്ടും മനോരമ മേടിക്കണം. മേടിച്ച് ആദ്യം തുറന്നു നോക്കും. അപ്പൊ എഴുതിയിരിക്കുന്നു അവൾ തീരുമാനിച്ചു വേണ്ട, അവൾ താഴെ ഇറങ്ങി. വിഷയം തീർന്നു. ഖുർആൻ പറയുന്നത് കേൾക്ക്. ഖുർആൻ പറയുന്നത് എത്ര സുന്ദരമാ ഖുർആന്റെ വിവരണം. അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇങ്ങനെ ഖുർആൻ പഠിക്കുന്ന സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാ. അഹമ്മദ് കബീറിനോട് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം ഏതാന്ന് ചോദിച്ചാൽ അഹമ്മദ് കബീർ മറുപടി പറയും, അവൻ്റെ കലാമ് മനപ്പാടമാക്കാൻ കഴിഞ്ഞതാ. അല്ലെ ഇങ്ങനെ ഓതാൻ കഴിയൂ? അള്ളാഹുവിൻ്റെ ഖുർആൻ മനപ്പാടമാക്കാൻ കഴിഞ്ഞതാ. അള്ളാഹു അനുഗ്രഹം നിലനിർത്തി തരട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഞാൻ എവിടെയൊക്കെ വാത് പറഞ്ഞിട്ടുണ്ടോ ആ സ്ഥലത്ത് ഒരു ഹാഫിളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എൻ്റെ റൂമിൽ 5-6 കുട്ടികളുമായിട്ട് പാറപ്പള്ളിയിൽ നിന്ന് വന്നു. അവരെല്ലാം ഹാഫിളീങ്ങളാക്കണം. അള്ളാഹു ഹാഫിളീങ്ങളാക്കി കൊടുക്കട്ടെ. ധാരാളം സഹോദരിമാർ സ്വർണം തന്നിട്ടുണ്ട് ഹാഫിളീങ്ങളാക്കാൻ മക്കളെ. എനിക്കത് മതി സഹോദരങ്ങളെ, എൻ്റെ സമ്പത്ത്. വേറെ ഒന്നുമില്ല. 92 കിലോ ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് 82 കിലോ ആയി. വേറെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഈ മതപ്രസംഗം പറഞ്ഞിട്ടാണ്, ഈ വഅദ് പറഞ്ഞിട്ടാണ്. നിരന്തരം ഈ വഅദ് എൻ്റെ ജീവിതത്തിലൊറ്റ സമ്പാദ്യമേ ഉള്ളൂ. അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം അവൻ്റെ ഖുർആൻ മനപ്പാഠമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതെൻ്റെ ഉമ്മ എനിക്ക് നൽകിയ സമ്മാനമാണ്. അള്ളാഹുർക്ക് ആരോഗ്യം കൊടുക്കട്ടെ, ആഫിയത്ത് നൽകട്ടെ. ജീവിതത്തിൻ്റെ പ്രയാസത്തിൻ്റെയും ദുരിതത്തിൻ്റെയും നടുവിലൂടെ നടക്കുമ്പോൾ എൻ്റെ മകൻ ഹാഫിളാകണമെന്ന് ആഗ്രഹിച്ച് എന്നെ ഈ വഴിയിലേക്ക് കൊണ്ടുപോയത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. എൻ്റെ പൊന്നു സഹോദരിമാരെ, സഹോദരങ്ങളെ, നാളെ മരിച്ചിട്ട് പോയ നമ്മളെക്കുറിച്ച് പറയാൻ ഇങ്ങനെ ഒരു മകനെ നമ്മൾ ഉണ്ടാക്കണം. മരിച്ചു മണ്ണിൻ്റെ അടിയിൽ കിടന്നാലും ഇങ്ങനെ ഒരു മകൻ നമുക്കുണ്ടാവണം, മരിച്ച നമ്മളെക്കുറിച്ച് പറയാൻ. എനിക്ക് 2 ആൺകുട്ടികളാണ്. അള്ളാഹു ഒരു ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരട്ടെ. എനിക്കെൻ്റെ ഒരൊറ്റ ആഗ്രഹമുള്ള എൻ്റെ മക്കൾ ഹാഫിളീങ്ങളാവണം, എൻ്റെ പൊന്നുമക്കൾ ആലിമീങ്ങളാവണം. നാളെ ഉപ്പ മരിച്ചു കിടന്ന ഇതെൻ്റെ വാപ്പയാണെന്ന് പറഞ്ഞ് കൈകെട്ടി നിസ്കരിക്കാൻ എനിക്കൊരു മക്കൾ ഉണ്ടാവണം. അള്ളാഹു മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ഖുർആൻ പഠിക്കുക സഹോദരങ്ങൾ, ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. മൂസ എന്ന യുവാവിനെ വിളിച്ചുകൊണ്ട് വന്ന ഈ സ്ത്രീ മോൾ വാപ്പയോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പെണ്ണിൻ്റെ ക്ഷമ നശിച്ചു. വാപ്പയെ വിളിച്ചുകൊണ്ട് വന്ന എന്താ? സഹായിച്ചതിൻ്റെ പ്രതിഫലം കൊടുക്കാനാണ്. പ്രതിഫലം കൊടുക്കുക വാപ്പ, വെറുതെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, ഖാലത്ത് ഇഹ്ദാഹുമാ യാ ബത്തിസ്തജ്റുഹു ഇന്ന ഖൈറ മൻ ഇസ്തജ്റതൽ ഖവിയ്യുൽ അമീൻ. ഏ പിതാവേ, ഏ പിതാവേ, ഏ പിതാവേ, വെറുതെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ യുവാവ് ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം കൊടുക്കാനല്ലേ വിളിച്ചത്. യാ ബത്തിസ്തജ്റുഹു, പിതാവേ അയാളുടെ പ്രതിഫലം കൊടുക്കുക. പിതാവെ ആ ചെറുപ്പക്കാരന്റെ പ്രതിഫലം കൊടുക്കുക. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ പ്രതിഫലം കൊടുത്തത് എന്തെന്നറിയോ? ബഹുമാനപ്പെട്ട ശുഐബ് നബി മൂസയോട് പറഞ്ഞു, മൂസ, ആരുമില്ലാതെ പെൺകുട്ടികളെ സഹായിച്ചതിന് നിനക്കുള്ള പ്രതിഫലം എന്താ? ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദബിനതയ്യ ഹാതൈനി അലാ അൻ തഉജുറനി സമാനിയ ഹിജജ്. ഓ മൂസ, ഓ മൂസ, ഓ മൂസ,
ആരുമില്ലാത്ത എന്റെ പെൺമക്കളെ സഹായിച്ചതിന് പകരമായി ഇതിൽ മൂത്ത പെണ്ണിനെ നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരികയാണ്. ഏ മൂസ, എന്റെ ശബ്ദ ശ്രവിക്കാനെത്തിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഹദ്ദാദ് നഗറിൽ സമൂഹ വിവാഹം നടക്കുമ്പോ ആരുമില്ലാത്ത പെണ്ണിനെ സഹായിച്ചപ്പോ അള്ള കൊടുത്തത് സാലിഹത്തായ ഭാര്യയാണ്. അതിനുശേഷമാണ് മൂസ പ്രവാചകത്വം കിട്ടുന്നത്. പിന്നീടാണ് മൂസാ നബിക്ക് സാലിഹീങ്ങളായ മക്കളെ കിട്ടുന്നത്. അല്ലാഹുവേ, 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 ഈ പ്രവർത്തകർക്ക് നീ ഭാര്യമാരെ സാലിഹാത്തുകളാക്കണേ അല്ലാ. സാലിഹത്തായ ഭാര്യയെ കിട്ടിയ, സമാധാനമുള്ള ഭാര്യയെ കിട്ടിയ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞ ആരുമില്ലാത്ത നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ പാവപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ സഹായിച്ചോ. നിങ്ങളുടെ പെണ്ണുങ്ങള് അള്ളാഹു സാലിഹാത്തുകളാക്കി തരും. ആ ഭാര്യയോടൊത്ത് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ദുനിയാവിൽ അള്ള നൽകുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? ദുനിയാവിൽ അള്ള നൽകുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഈ സാലിഹത്തായ ഭാര്യയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ പ്രതിഫലം പെട്ടെന്ന് ഞാൻ പറയാം. അതിനുശേഷം ഈ മൂന്ന് പേരും ഒന്നിച്ച് കിടന്നുറങ്ങിയ വീടിന്റെ പ്രതിഫലം പറയാം. മൂന്നാമത്തെ പ്രതിഫലം എന്താ? ജീവിതത്തിൽ നമുക്കൊന്ന് അത്താണിയാവാൻ, എല്ലാ പ്രയാസങ്ങൾക്കും ഊന്നുപടിയാകാൻ അള്ളാഹു നമുക്കൊരു സാലിഹത്തായ ഭാര്യയെ തരും. മൂന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൽസ്വഭാവികളായ മക്കളെ തരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. സാലിഹീങ്ങളായ മക്കള്, സൽസ്വഭാവികളായ മക്കള്. നമ്മൾ ജീവിക്കുന്നത് എന്തിനാ? മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ, നമ്മൾ ജീവിക്കുന്നത് അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാവപ്പെട്ടവനെ സഹായിക്കുന്നവന് അള്ളാഹ് കൊടുക്കുന്നത് എന്തെന്നറിയോ? അള്ള കൊടുക്കുന്നത് എന്തെന്നറിയോ? അള്ള കൊടുക്കുന്നത് എന്തെന്നറിയോ? അവന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടാവില്ല, അവന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാവില്ല. അവന്റെ ഭാര്യ സാലിഹത്തായ ഭാര്യയാകും, അവന്റെ മക്കള് സാലിഹീങ്ങളായ മക്കളാവും. എന്ന് പറഞ്ഞാൽ ആ ഭർത്താവും ഭാര്യയും മകനും കിടന്നുറങ്ങുന്ന വീട് അള്ളാന്റെ മലക്കുകൾ ഇറങ്ങുന്ന വീടാകുമെന്ന്, അള്ളാന്റെ മലക്കുകൾ ഇറങ്ങുന്ന വീടാകുമെന്ന് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മൂന്നാമത്തെ പ്രതിഫലം എന്താ? ദുനിയാവിൽ നൽകുന്ന മൂന്നാമത്തെ പ്രതിഫലം, നിന്റെ വീട് കാണാൻ അള്ളാന്റെ മലക്കുകളെത്തും. പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവന്, ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ കഴിയാത്തവന് ഒരു ജീവിതത്തിൽ സഹായിക്കാൻ കഴിഞ്ഞ അള്ള നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ? അതറിയണമെങ്കിൽ സഹോദരങ്ങളെ കടന്നു വരിക. മദീനയിൽ ഒരു വീടുണ്ടായിരുന്നു, പുണ്യ മദീനയിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീടാരുടെ വീടെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ആരാ അബൂ തൽഹ എന്നറിയണം? ആരാ അബൂ തൽഹ എന്നറിയണം? അബൂ തൽഹയുടെ ഭാര്യ ആരാ? ബഹുമാനപ്പെട്ട ഉമ്മു സലമാ റളിയല്ലാഹു അൻഹാ. അവരുടെ രണ്ടുപേർക്കും ഒരു മകനുണ്ടായിരുന്നു, 12 വയസ്സുകാരൻ അനസ് റളിയല്ലാഹു അൻഹു. പൊന്നു സഹോദരങ്ങളെ, കൊതിയോടെ കേൾക്കുക, ആഗ്രഹിക്കുക ജീവിതത്തിലെ അങ്ങനെയാകാൻ. ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലോട്ട് വരുന്നതും കാത്ത് ബഹുമാനപ്പെട്ട ഉമ്മു സലമാ റളിയല്ലാഹു അൻഹ വീട്ടിലിരിക്കുകയാ. ആ സമയത്താണ് വീട്ടിൽ കാത്തിരിക്കുമ്പോ അബൂ തൽഹയും മകനായ അനസും കൂടെയുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മു സലമാ റളിയല്ലാഹു അൻഹാ അബൂ തൽഹ തിരിച്ചു വീട്ടിൽ വന്ന അള്ളാന്റെ റസൂൽ ഇന്ന് എന്താ പഠിപ്പിച്ചതെന്ന് ചോദിക്കും. അത് പഠിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവര് കിടന്നുറങ്ങും. എപ്പോഴും പട്ടിണി കിടക്കുന്ന വീടാ, ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുക. അന്ന് പതിവ് പോലെ ഇശാ നിസ്കാരം കഴിഞ്ഞ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ അബൂ തൽഹയുടെ കൂടെ മൂന്നാമതൊരു അപരിചിതൻ
കൂടെയുണ്ട്. അപരിചിതനായ മനുഷ്യനെ കണ്ടപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വീട്ടിലോട്ട് കയറി. അപരിചിതനായ മനുഷ്യനും അബൂ തൽഹയും മകനും കൂടി കടന്നു വന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അപരിചിതനോട് പറഞ്ഞു അവിടെ ഇരിക്കുക. എന്നിട്ട് വീടിന്റെ അകത്തോട്ട് കടന്നു വന്നു. ഉമ്മു സലമയോട് പറഞ്ഞു, ഉമ്മു സലമ, ആ ഇരിക്കുന്നത് ആരെന്നറിയോ? അയാളൊരു വഴിപോക്കനായ ഫക്കീറാണ്, ഒരു പാവപ്പെട്ടവനാണ്. ഇന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളോട് ചോദിച്ചൊരു പാവപ്പെട്ട മനുഷ്യൻ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് പിടിച്ചൊരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഭക്ഷണം കൊടുക്കാനുള്ള ആഗ്രഹം കാരണത്താൽ അല്ലാഹുവിന്റെ റസൂലല്ലേ ചോദിച്ചത്, കൊടുക്കാനുള്ള ആഗ്രഹത്താൽ ഞാൻ പറഞ്ഞു അനയാ റസൂലല്ലാഹ്, ഞാൻ കൊടുക്കാൻ നബിയേ, ഞാൻ കൊടുക്കാൻ നബിയേ. അയാളെയും കൊണ്ട് ഞാൻ വീട്ടിൽ വന്നടാ, അയാൾക്കുള്ള ഭക്ഷണം കൊടുക്കും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഞെട്ടിപ്പോയി. ഭർത്താവേ എന്താ പറയുന്നത്? എനിക്ക് നിങ്ങൾക്കും മകനായ അനസിനും കൂടി കഴിക്കാനുള്ള ഭക്ഷണം, ഒരാൾക്കുള്ള ഭക്ഷണമേ നമ്മുടെ വീട്ടിലുള്ളൂ, അതല്ലേ നമ്മൾ 3 പേര് കഴിക്കുന്നത്, രണ്ടാമതൊരാൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമില്ല. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വല്ലാതെ വിഷാദമായി. പാവപ്പെട്ടവനാണെങ്കിലോ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് കാത്തിരിക്കുകയാ. ഭർത്താവിന്റെ മുഖം വാടിയപ്പോ ഉമ്മു സലമയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, കേട്ടുകൊള്ളുക. എന്തിനാ അല്ലാഹു നമ്മുടെ ജീവിതം തന്നത്? ഫുട്ബോൾ മാമാങ്കം നടത്താൻ ലക്ഷക്കണക്കിന് രൂപ വലിച്ചെറിയാൻ പ്രയാസമില്ല. ഗാനമേള നടത്താൻ ലക്ഷക്കണക്കിന് വലിച്ചെറിയാൻ പ്രയാസമില്ല. ആയിരക്കണക്കിന് ആവാസം നടക്കാൻ ലക്ഷക്കണക്കിന് കൊടുക്കാൻ പ്രയാസമില്ല. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതത്തിന് ഒരു തരി പൊന്നു കൊടുക്കാൻ, ഒരൽപ്പ സാമ്പത്തികം കൊടുക്കാൻ 1000 വട്ടം ആലോചിക്കാൻ കഴിയുന്നുവോ? ഉമ്മു സലമാക്ക് സഹിച്ചില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു അബൂ തൽഹയോട്, ഭർത്താവേ വിഷമിക്കണ്ട, ഞാനൊരു കാര്യം പറയാം. ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു അതിഥി സൽക്കാരം നടന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കാസർഗോഡ് പെങ്ങളെ, ഉമ്മു സലമയാവുക, ജീവിതം കൊണ്ട് ഉമ്മു സലമയാവുക. ഒരു ഉമ്മു സലമ കൂടി പറക്കട്ടെ ഈ മണ്ണില്. ഉമ്മു സലമ പറഞ്ഞു ഞാനൊരു ഉപായം പറയാം. എന്താണെന്നറിയോ? ഉമ്മു സലമ പറഞ്ഞ ഉപായം എന്താ? ഇവിടെയുള്ള ഭക്ഷണം മുഴുവനും വിളമ്പിയെടുത്തിട്ട് അത് അതിഥിയുടെ മുമ്പിലോട്ട് വെക്കുക. എന്നിട്ട് അതിഥിയെ വിളിക്കുക. നമ്മൾ കുടുംബക്കാരെല്ലാം ചുറ്റുമിരിക്കുക. അതിഥി കഴിക്കാൻ വേണ്ടി കൈയിടുമ്പോ ആ സമയത്ത് ഞാൻ കണ്ണ് കാണിക്കുമ്പോ, ഭർത്താവേ നിങ്ങൾ കത്തിച്ചു വെച്ച വിളക്കൂതി കെടുത്തണം, കത്തിച്ചു വെച്ച വിളക്കൂതി കെടുത്തണം. സഹോദരന്മാരെ, കേട്ടിട്ടില്ല ചരിത്രം ഇങ്ങനെ. ആ സമയത്ത് നിങ്ങൾ വിളക്കൂതി കെടുത്തണം. ആ സമയത്ത് അതിഥി ആരും അറിയാതെ ഭക്ഷണം കഴിക്കട്ടെ. നമ്മൾ നമ്മുടെ കൈ പിൻവലിച്ചിട്ട് പട്ടിണി ഇരിക്കുക, നമ്മൾ കഴിക്കണ്ട. സഹോദരങ്ങളെ, ഭക്ഷണം വിളമ്പപ്പെട്ടു. അതിഥി വന്ന് കൈ കഴുകിയിരുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു, ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മകനായ അനസ് റളിയല്ലാഹു അൻഹു, 3 പേരും കൂടി വന്നിരുന്നു. ആ വീട്ടിലെ വിളക്കണഞ്ഞു. വിശന്ന് പൊരിഞ്ഞ് വയറുകത്തുന്നുണ്ട് 3 പേർക്കും. അവര് 3 പേര് കൈ പിന്നോട്ട് വലിച്ചു. ഇരുട്ടത്തിരുന്നിട്ട് അതിഥി അങ്ങ് കഴിക്കാൻ തുടങ്ങി. അതിഥി കഴിക്കാൻ തുടങ്ങി. ആ സമയത്ത് കൈ പിൻവലിച്ചിട്ട് 3 കുടുംബാംഗങ്ങൾ മാറി നിന്നു. അതിഥി ഓർക്കുന്നത് അവരെ കഴിക്കുന്നെന്ന. അവസാനം കുറെ കഴിയുമ്പോൾ അതിഥിയുടെ ശബ്ദം കേട്ടു, അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനാ വസക്കാനാ വജഅൽനാ മിനൽ മുസ്ലിമീൻ. ഈ ദുആ കേട്ടപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വിളക്ക് കൊളുത്തി. പ്രകാശം പരക്കുമ്പോ ഭക്ഷണം തീർന്നു കഴിഞ്ഞു. വിശന്നൊട്ടിയ വയറ് നിറഞ്ഞ സന്തോഷത്തോട് അതിഥി സലാം പറഞ്ഞ് ദുആ ചെയ്ത് വെളിയിലോട്ടിറങ്ങി. ആ സമയത്ത് ഒരു വീട്ടിലെ കുടുംബം മുഴുപട്ടിണിയിലാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു, ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മകനായ അനസ് റളിയല്ലാഹു അൻഹു ആ ഭക്ഷണം കഴിക്കാതെ തടപ്പായ വിരിച്ചു. അവര് കിടക്കാൻ വേണ്ടി തടപ്പായിലോട്ട് തിരിച്ചു കിടക്കുമ്പോ മദീനത്തിന്റെ അന്നത്തെ രാത്രി കണ്ടവല്ലാത്ത സംഭവം. എല്ലാവരും ഉറക്കത്തിൽ കിടക്കുമ്പോ വിശന്ന് വലഞ്ഞിട്ട് ഉറക്കം വരാതെ ആ 3 പേര് ചെരിഞ്ഞും മറിഞ്ഞും മാറിക്കിടക്കുന്നു.
തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അവസാനം വിശപ്പ് കാരണത്താൽ ഉറക്കം വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് 12 വയസ്സുള്ള അനസ് പോലും ചോദിച്ചില്ല, പാപ്പ എനിക്ക് പോലും തരാതെ അവർക്ക് കൊടുത്തത് എന്തിനാണ്? നല്ല കുടുംബത്തിലെ നല്ല മക്കള് പറക്കൂ, നല്ല മടിത്തട്ടിലെ നല്ല മക്കള് പറക്കൂ. പൊന്നുപെങ്ങളെ, ഉമ്മു സലമയുടെ മുലപ്പാല് കുടിച്ച മോനല്ലേ, ആ മോൻ പോലും ചോദിച്ചില്ല, ഉപ്പാ എന്താ എനിക്ക് പോലും തരാതെ കൊടുത്തിട്ടുണ്ട്. പാതിരാ സമയത്ത് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ അതാ സുബഹി നമസ്കാരത്തിന് ബിലാലിന്റെ ഭാഗം മുടങ്ങി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു മകന്റെ കൈ പിടിച്ച് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെത്തി. റസൂലുള്ളാഹിയുടെ പള്ളിയിലോട്ട് നടക്കുമ്പോ മകനായ അനസ് പറയുന്നുണ്ട്, പിതാവേ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, എനിക്ക് വിശക്കുന്നു ഉപ്പാ എന്ന് പറഞ്ഞു ഉപ്പാടെ കയ്യിൽ പിടിച്ച് പൊന്നുമോനായ അനസ് നടക്കുകയാണ്. അവസാന പള്ളിയിലെത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകില് കൈകെട്ടി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂല് സലാം വീട്ടിയിട്ട് നേരെ തിരിഞ്ഞു. സഹാബത്തിന്റെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, അയിന അബൂ തൽഹ, അയിന അബൂ തൽഹ, എവിടെ അബൂ തൽഹ, എവിടെ എവിടെ അബൂ തൽഹ എവിടെ? സമയത്ത് രാത്രിയില് തങ്ങൾക്ക് കഴിക്കാനുള്ളത് പോലും അതിഥിക്ക് കൊടുത്തിട്ട് പാവപ്പെട്ടവന് കൊടുത്തിട്ട് വിശന്നൊട്ടിയ വയറുമായിരിക്കുന്ന അബൂ തൽഹ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ ലബ്ബൈക വസദൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയേ, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂ തൽഹ ഇന്നലെ രാത്രിയിൽ നിന്റെ വീട്ടിൽ നടന്ന അതിഥി സൽക്കാരം അത് അല്ലാഹുക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി അബൂ തൽഹ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, അബൂ തൽഹ ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ നടന്ന വിരുന്ന് സൽക്കാരം അത് അല്ലാഹുക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി, പൊട്ടിക്കരഞ്ഞു പോയി അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലേ അങ്ങനെങ്ങനെ അറിഞ്ഞു നബിയേ? ഇന്നലെ എന്റെ കുടുംബം എല്ലാം കൊടുത്തിട്ട് പട്ടിണി കിടന്നിട് അങ്ങെങ്ങനെയാണ് നബിയേ അറിഞ്ഞതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂ തൽഹ ഞാൻ മാത്രമല്ല അറിഞ്ഞത്, ഇന്നലെ രാത്രിയിൽ പട്ടിണി കിടക്കുന്ന നിന്റെ കുടുംബത്തെ കാണാൻ ആകാശത്തെ മലക്കുകൾ നിന്റെ വീടിന് ചുറ്റും തിരക്ക് കൂട്ടുകയായിരുന്നു. ഇന്നലെ രാത്രി നിന്റെ കുടിലിന് ചുറ്റും അല്ലാഹുവിന്റെ മലക്കുകൾ തിരക്ക് കൂടുകയാ. കയ്യിലുള്ളതെല്ലാം പാവപ്പെട്ടവന് കൊടുത്തിട്ട് ഒരു രാത്രി വിശപ്പ് സഹിച്ച് കിടന്നിറങ്ങിയ നിന്നെ കാണാൻ ആയിരക്കണക്കിന് മലക്കുകൾ ഇന്നലെ നിന്റെ വീടിന് ചുറ്റും തിരക്ക് കൂട്ടി അബൂ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തീർന്നില്ല അബൂ തൽഹ,